മറ്റൊന്ന് അതിനൊപ്പം തന്നെ ദുസ്സംഗം സർവപ്രകാരത്തിലും ഉപേക്ഷിക്കേണ്ടതും പറഞ്ഞിരിക്കുക. അത് മുഖ്യമാണ്. മറ്റൊന്ന് പറയുന്നത് ദുർജന സംസർഗം കൊണ്ട് സത്യം, ശൗചം, ദയ, ശമം, ദമം തുടങ്ങിയ സദ്ഗുണങ്ങളെല്ലാം നഷ്ടമായി പോകുന്നു. ഏതൊക്കെയാണ്? സത്യം. സത്യം ക്രമികമായി മാറ്റം വന്ന് ഇന്നിപ്പോ സത്യം ഉണ്ടോ എന്ന് തന്നെ സംശയമായിട്ടുണ്ട് അല്ലേ? സത്യം പറയാന്നുള്ളത് ഉണ്ടോ? നുണ പറയുക എന്നുള്ളത് വളരെയധികം പ്രചരിക്കുന്നുണ്ട്. അതിന് ന്യായീകരണവും കണ്ടെത്തുന്നുണ്ട്. സത്യം പറയുക എന്നുള്ളത് വളരെയധികം കുറഞ്ഞിരിക്കുക, ക്രമികമായി മാറ്റം വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതറിയാതെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസമെങ്കിലും സത്യം നുണ പറയാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരു ദിവസം നുണ പറയാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താവും സ്ഥിതി? അതെ, അവിടെ എത്തി നിൽക്കുക. പിന്നെ പറയുന്നത് ശൗചം എന്നുള്ളതാണ്. ശൗചം എന്നുള്ളത് എന്താ? ഇവിടെ സ്വാമിജി തന്നെ എടുത്തു ഉദ്ധരിച്ചിട്ടുണ്ട്. ശുചീനാം ശ്രീമതാം ഗേഹേ എന്ന 6-ാം അധ്യായത്തെ ഉദ്ധരിച്ചുകൊണ്ട് ശൗചം എന്ന് പറഞ്ഞാൽ പറയുന്നത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്, അല്ലാതെ സോപ്പ് ചെലവാക്കലല്ല. പറയുന്നത് പ്രവർത്തിക്കുക, പ്രവർത്തിക്കാൻ കഴിയുന്നത് പറയുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായ ഉയർന്ന അർത്ഥത്തിലുള്ള ശൗചം. താണ അർത്ഥത്തിൽ ബാഹ്യ ആഭ്യന്തര ശുചിത്വം എന്ന് അർത്ഥം പറയാം. ഇനി അതുണ്ടോ? ബാഹ്യമായ ശുചിത്വം ഉണ്ടായിരിക്കും, ഉള്ളിലോ? ഉള്ളിൽ ശുചിത്വം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഉള്ളിൽ ശുചിത്വത്തിന് ഒരൊറ്റ വഴിയുള്ളൂ. അന്ധകരണം ശുദ്ധമാവാൻ, അന്ധകരണത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ, ചീഞ്ഞു നാറിയ സങ്കല്പങ്ങളെ ഉപേക്ഷിക്കാൻ ഒറ്റ വഴിയെ പറഞ്ഞിട്ടുള്ളൂ. ഏതാ? യജ്ഞാനം ജപയജ്ഞോസ്മി. വേറൊരു വഴി പറഞ്ഞിട്ടില്ല. അന്ധകരണത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ നിരന്തരമായ ആവർത്തനമല്ലാതെ, അഭ്യാസമല്ലാതെ വേറെ വഴിയില്ല. നാമജപം എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏതെങ്കിലും നാമത്തെ, പോത്തുകൊമ്പായാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞാൽ പോത്തുകൊമ്പ് അല്ലെങ്കിൽ തോന്നിപ്പോകരുത് മാത്രം. നിരന്തരമായ അഭ്യാസം, ഏകധാര പോലെ, എണ്ണയൊഴിക്കുന്നത് പോലെ, വെള്ളമൊഴിക്കുന്നവരെ കുളുകുളു എന്ന് പറഞ്ഞുകൊണ്ടല്ല, ഏകധാരയായിട്ട് ഇടവിടാതെ നൈരന്തര്യമാണ് സാധകന്മാരുടെ നൈരന്തര്യം. പക്ഷെ ഇന്ന് പലപ്പോഴും അതുണ്ടാവുന്നില്ല. ഗണപതിക്ക് ഏത്തിടുക എന്ന് പറയുന്നത് ബുദ്ധിവർദ്ധനമാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഇല്ലേ? ഇവിടെ പിടിക്കുന്നത് നല്ലോണം അല്ലേ? ഇവിടെ പൂ വയ്ക്കുന്നത് ബുദ്ധിവർദ്ധനാണെന്ന് നമുക്ക് ചിന്തിച്ചിട്ടുണ്ട്. ഗായത്രി ജപിക്കുന്നത് എന്തിനാ? ധിയോ യോൻഹ പ്രചോദയാത്, ബുദ്ധിയെ പ്രചോദിപ്പിക്കാനായിക്കൊണ്ട്, ഉള്ള ബുദ്ധി പ്രചോദിപ്പിക്കപ്പെടാൻ വേണ്ടിയാണ് മന്ത്രം ജപിക്കുന്നത്. മന്ത്രങ്ങളിൽ ഞാൻ ഗായത്രിയാകുന്നു. ഓ അയ്യോ, ഞങ്ങളൊക്കെ ഗായത്രി ജപിക്കേ? ആർക്കും ജപിച്ചൂടെ? നല്ലത് ചെയ്യാൻ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകണ്ടല്ലോ, ചീത്ത ചെയ്യാൻ പോയാൽ പോരെ, ജ്യോത്സ്യനെ കാണാൻ പോയാൽ പോരെ. നല്ലത് ചെയ്യാൻ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകണം. ചീത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനൊന്ന് പോയിട്ടുണ്ടെങ്കിൽ എത്ര നന്ന്, അതിനോട്ട് പോവില്ല. സംശയമുള്ള കാര്യങ്ങൾ, നല്ലതാണെന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയാൽ നല്ലതാണ്. കാരണം സമയവും കാലവും നേരമൊന്നും ശരിയല്ലെങ്കിൽ അത് ഗുണമാവില്ല. കള്ളനൊക്കെ ആണെങ്കിൽ പിടിക്കപ്പെടും. നേരവും കാലം ശരിയല്ലെങ്കിൽ പിടിക്കില്ലേ? അപ്പൊ കളവെടുത്താനൊക്കെ പോവുകയാണെങ്കിൽ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകണം. അല്ല, എന്താ നല്ല കാര്യത്തിന് എന്തിനാ പോണത്? നല്ലതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നല്ല പറയുന്നത് അനിഷേധ്യമായ വാക്യമാണെങ്കിൽ, അതിപ്പോ നമുക്ക് വേറൊരാൾ വേണ്ടല്ലോ, വെളിച്ചത്തിനെ കാണാൻ വെളിച്ചടിച്ചു നോക്കണ്ടല്ലോ, ആണോ? ജ്യോതിശാസ്ത്രം തെറ്റാവില്ല, ജ്യോതിഷികളെ പറ്റി പറയൂ. അങ്ങനെ പറയാൻ പറ്റുമോ?
അങ്ങനെയാണെങ്കിൽ ഈജിപ്തിൽ നിന്ന് വന്ന യവനന്മാർ കൊണ്ടുവന്ന നിമിത്ത ശാസ്ത്രവും ഇവിടെയുള്ള തനത് ജ്യോതിഷവുമായി അവിയിൽ പരിവർത്തനാക്കിയിട്ടുണ്ട്. അതാണെന്ന് ഇപ്പോൾ കച്ചവടക്കാരക്കാക്കി മാറ്റിയത്. ഈജിപ്തിൽ നിന്ന് യവനന്മാർ കൊണ്ടുവന്ന നിമിത്ത ശാസ്ത്രവും ഇവിടെ ഉണ്ടായിരുന്ന തനത് ജ്യോതിഷവും കൂടി കൂട്ടിച്ചേർത്ത് ഒരവിയിലാക്കി തീർത്ത് അത് വിതരണം ചെയ്യുന്നുണ്ട്. ജ്യോതിഷനെ അടിസ്ഥാനമാക്കി സമയം നിർണ്ണയിക്കുന്ന ശാസ്ത്രം എന്ന അർത്ഥത്തിൽ ജ്യോതിഷം വൈദിക കർമ്മങ്ങളുടെ സമയം നിർണ്ണയിക്കുന്ന ശാസ്ത്രമാണ്. ആ അർത്ഥത്തിൽ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. കാരണം ജ്യോതിഷം വേദത്തിന്റെ കണ്ണ് തന്നെയാണ്. നല്ല സമയത്തിന് കർമ്മം ചെയ്താലോ ഫലം ഉണ്ടാവുള്ളൂ എന്നുള്ള ശാസ്ത്രവും നല്ല നല്ല സമയം വെച്ചിട്ട് അപ്പം ആദ്യം തന്നെ തെറ്റായ സമയം നല്ല സമയവും നല്ല സമയം എന്നുള്ളതും ചീത്ത സമയം എന്നുള്ളതും മനോഭാവം അനുസരിച്ചിട്ടാണ്. അങ്ങനെ രാത്രി മനോഭാവത്തെ അനുസരിച്ചാണ്. രാത്രിയോ? ആത്യന്തിക തലത്തിൽ ചിന്തിച്ചാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ പറഞ്ഞാൽ ജീവിക്കുന്ന മനുഷ്യന് ചില സത്യം നമ്മൾ ആദ്യം പറഞ്ഞ മാതിരി ചില ഇത് നമ്മൾ അംഗീകരിക്കരുത്. നോക്കൂ, ഇവിടെ പറഞ്ഞത് നമ്മൾ പറഞ്ഞതുകൊണ്ട് അംഗീകരിക്കണ്ട. പുരാണങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടല്ല, മറിച്ച് പുരാണങ്ങളിൽ ഒരിടത്ത് പോലും നിമിത്തം നോക്കാൻ പോയിട്ടില്ല എന്ന് പറയുമ്പോ നമ്മളായിട്ട് എന്തിനു പോണം? ഇല്ലല്ലോ. എല്ലാ കാര്യങ്ങളും മാത്രമല്ല, ഏത് കാര്യം ചെയ്യുന്നതിനും നമ്മൾ സമയത്ത് ഒരു വിദ്യാർത്ഥിയെ സമയത്ത് നന്നായി പഠിച്ച മാത്രമാണ് വിദ്യാർത്ഥി. ഒരു സുഖം മുമ്പ് പഠിച്ചിട്ട് വളരെ മോശമാണ്. അത് തെറ്റാസന്ധികൾ ജ്യോതിഷത്തിലൂടെ അല്ലാതെ കണ്ടെടുത്താൻ കഴിയും. ത്രികാല ജ്ഞാനികൾക്ക് എന്താ ജ്യോതിഷത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ ശാസ്ത്രം ദുരുപയോഗം ചെയ്തതിനെ കുറിച്ച് നമ്മൾ ധാരാളം പറയുന്നുണ്ട്. പറഞ്ഞേ തീരൂ. കാരണം ശ്രീകുമാർ എന്നുള്ള ഒരു വ്യക്തി തിരുവനന്തപുരത്ത് ലാപ്ടോപ്പ് നോക്കിയിട്ട് 4 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് ശനിയാഴ്ചയാണെന്ന് പറയുമ്പോഴും മാതോയി പത്രത്തില് ധാരാളം വാർത്തകള് നിരന്തരം പൈസ കൊടുത്ത് ധനാകർഷക യന്ത്രം എന്നൊക്കെ പറഞ്ഞു വരുമ്പോ നമ്മൾ പിന്നെ എന്തിനാ അതിന് ഇരിക്കുന്നത്? ലേബർ റൂമിലുള്ളെന്ന് പറയുന്ന സമയം വെച്ചിട്ട് ഒരു ജാതകം ഗണിച്ചാൽ എത്ര ജാതകം ഗണിക്കേണ്ടി വരും? ഇനി ജ്യോതിഷത്തെക്കുറിച്ച് ആധികാരികമായിട്ട് ആശ്വനാഥ് എന്നുള്ള പുസ്തകത്തിൽ എഴുതുന്നു, ഒന്ന് വായിച്ചു നോക്കൂ. അവിടെ ചൊവ്വാദോഷത്തിന്റെയും അതുപോലെ തന്നെ ശനിദശയുടെയും ഒക്കെ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കൂ. മറിച്ച് ശുദ്ധജാതകത്തെ കുറിച്ച് അവർ പറഞ്ഞത് എന്തെന്ന് ചിന്തിച്ചു നോക്കൂ. എന്താ ഈ ശുദ്ധജാതകത്തിന് ശുദ്ധമാണെന്ന് പറയാൻ കാരണം? എങ്ങനെ അത് യോജിക്കും? ഏത് ശാസ്ത്രത്തെയും നമുക്ക് അപഗ്രഥിക്കണമെങ്കിൽ അതിൽ ഉള്ളിൽ കയറി ഒന്നും വേണ്ട. ശാസ്ത്രം ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. പിന്നെ ഇന്നിപ്പോ ജ്യോതിഷന്മാരുടെ യോഗത്തിന് നമ്മൾ പോയി പാലൂര് വെച്ച്, അതുപോലെ വണ്ടൂര് വെച്ച് അവര് അവിടെ വെച്ചിട്ട് നമ്മൾ സംസാരിച്ചു. അവർ നിന്ദിക്കാനല്ല, ഉള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ച് അവർ മറിച്ച് പറഞ്ഞില്ല. കാരണം അധികം ജ്യോത്സ്യന്മാരും ഇന്ന് പോണത് മന്ത്രവാദത്തിന് വേണ്ടി കള്ളുടിയന്മാരുമാണ്. ഉപാസനയില്ല, ദൈവജ്ഞനാണ്. ഒരു പണിക്കര് നമ്മളെയും വിളിച്ചു, ഇന്ന് വന്ന ഗിരിജാനന്ദ സ്വാമിജിനെയും വിളിച്ചു കല്യാണത്തിന്, കുട്ടിയുടെ കല്യാണത്തിന്റെ തലേ ദിവസം വരണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. ആ ജ്യോത്സ്യന്റെ റൂം നിലവിളക്ക് വിളക്കി ഉദ്ഘാടനം ചെയ്തത് നമ്മളാണ്. കാരണം അത്രയും ആദരവുണ്ടായില്ല. അതിന് ഉപാസനയുള്ള ആളാണ് അയാൾ. അയാൾ സന്യാസിന്റെ അടുത്ത് ഉപാസന സ്വീകരിച്ച ആളാണ്. ഉപാസകന്മാര് പറയട്ടെ, തപസ്സുണ്ട് ഇതിന്റെ പിന്നില്. അപ്പൊ അങ്ങനെ ചെയ്യാത്ത ഒരാള്, ഒരു ദൈവജ്ഞൻ എന്ന് പറഞ്ഞ വ്യക്തി, അയാളുടെ മകളുടെ കല്യാണത്തിന് ഇറച്ചിക്കോഴിയാണ് നടത്തിയത്. നമ്മൾ വഴിയിൽ നിന്ന് കേട്ടറിഞ്ഞു പോയില്ല. നമ്മൾ തീർച്ചയായിട്ടും അവിടെ ചെന്നു. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിൽ മരണം അടക്കമുള്ള വരുംവരായകളുള്ള എല്ലാ ഭീതി ഒഴിവാക്കാൻ ഉത്തമശാസ്ത്രങ്ങൾ യത്നിക്കുമ്പോൾ വരുംവരായകള് ഇത് ഒരുപാട് അന്ധവിശ്വാസങ്ങളിലേക്ക് കുടുക്കിയിടുന്നുണ്ട്. പറയാതിരിക്കാൻ നിവർത്തിയില്ല. എത്രയോ മനുഷ്യനെ താഴ്ത്തുന്നുണ്ട്, തരം താഴ്ത്തുന്നുണ്ട്. ഇന്നാളൊരു ചോദ്യം ചോദിച്ചു, അപ്പൊ നിങ്ങളൊക്കെ സന്യാസിമാരുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളില്ലേന്ന്. ഇല്ലെന്ന് പറഞ്ഞില്ല. പക്ഷെ ജനങ്ങളുമായി സ്വാധീനിക്കുന്നതിൽ, പൊതുജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതൊരു ക്ഷേത്രത്തിൽ വെച്ചൊരു തന്ത്രിയായെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത്. തന്ത്രി വിസ്താരം ചെയ്ത തന്ത്രി, അതുപോലെ തന്നെ ഇതിന് ദക്ഷിണയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇവിടെ അടുത്തൊരു സ്ഥലത്താണ് 4,80,000 രൂപ ദക്ഷിണ എഴുതിയത്.
ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ, സ്ഥലം പറയേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. ആ 4,80,000 വരാത്ത തന്ത്രിക്ക് 40,000, വന്ന ആൾക്കല്ല. അയാൾക്ക് 25,000 കൊടുക്കാൻ ഇവിടെ ചിലർക്കൊക്കെ അറിയാത്. അപ്പൊ തീരുമാനം ഉണ്ടായി, 25,000 കൊടുക്കാൻ ആലോചിച്ചു, പോരാ 40,000 തന്നെ വേണം. ഈ ഒരു ഇതൊരു തന്ത്രിമാരുടെ ഇടയിൽ വെച്ച്, ഒരു ക്ഷേത്രത്തിൽ വെച്ച് ആളെ പറയാതെ സ്ഥലം പറയാതെ ഇത് പറഞ്ഞപ്പോ ഒരാൾ എഴുത്തു വന്നു, നിങ്ങൾ സന്യാസിമാർ ഇത്ര വലിയ കേമന്മാരാണോ? അത് എണ്ണം വെച്ചിട്ടാ പറഞ്ഞത്. നമ്മൾ ഇതന്നെയാ പറഞ്ഞത്, ഞങ്ങളാരെയും കൊള്ളയടിക്കാൻ പോവാറില്ല, ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യണം. സാധാരണ ജനങ്ങളെ സ്വാധീനിക്കുന്നത്, സാധാരണയുടെ ചില്ലി കാശ് കൊടുത്തിട്ട് ക്ഷേത്രത്തിൽ പോയി ആരാധിക്കുമ്പോൾ അവരെ ചൂഷണം ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് തന്ത്രിമാർക്കും ജ്യോത്സ്യന്മാർക്കും അക്ഷയതൃതീയയ്ക്ക് സ്വർണ്ണം വാങ്ങാൻ പോകാൻ കാരണമാവുന്നവർക്കൊക്കെ തന്നെയാണ്. ഒരുപാട് മനുഷ്യനെ താഴ്ത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയണ്ടേ, സന്യാസിമാരെ നിരക്കി നിർത്തട്ടെ, അതും പറയട്ടെ അല്ലേ? എല്ലാം വേണോ? ഒന്ന് മാത്രം മോശമായിട്ട് പറയാനൊന്നും പറ്റില്ല, എല്ലാറ്റിലും ഉണ്ട്. പക്ഷെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഏതാ? എന്താ? ഈ ഒരു ശാസ്ത്രത്തിന്റെ പേരിലാണ്. മറിച്ച് ഒന്ന് പ്രചരിപ്പിച്ചു നോക്കൂ, എത്ര കുട്ടികൾ ഇപ്പൊ കോട്ടക്കിൽ നമ്മൾ പറഞ്ഞുതരാം. ഒരു കുടുംബം, ആ കോട്ടക്കിൽ ഒരു കുടുംബത്തിൽ 4 പെൺകുട്ടികളുണ്ട്. പെൺകുട്ടികളല്ല, ഒന്നിന് 45 വയസ്സായി, ഒന്നിന് 36 വയസ്സായി. ഇവരൊക്കെയാ കല്യാണം ഇനി നടക്കില്ല. ചൊവ്വാദോഷത്തിന്റെ പേരിലാണത്. ശാസ്ത്രത്തിന്റെ 6 അംഗത്തിൽ ഒന്ന് യോജിച്ചായിട്ട് പറയുമ്പോൾ കണ്ണിന്റെ സാധാരണ. ഓ ആയിക്കോട്ടെ, ശാസ്ത്രത്തെ നമ്മൾ കുറ്റം പറഞ്ഞില്ല. മനുഷ്യനെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന് വേദാരോട് കൂടി നടക്കുമ്പോൾ നാളെ എന്തെന്നുള്ള ചിന്തകളുണ്ടാവും. അപ്പോൾ അതിനെ പറ്റി എന്തെങ്കിലും പറയുന്ന ഒരു ശാസ്ത്രം പിന്നെ ആരെങ്കിലും സമീപിക്കുന്നതിനെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? എന്ത് എല്ലാ ശാസ്ത്രത്തിലും ദുരുപയോഗം നടന്നിട്ടുണ്ട്. അതേപോലെ പക്ഷെ ജനങ്ങളെ സ്വാധീനിച്ചതിൽ മുഖ്യ പങ്ക് ജ്യോതിഷത്തിന് അതിനോട് എടുത്തു പറഞ്ഞു. എന്താ ഉണ്ട്. പിന്നെ നിമിത്തശാസ്ത്രമായിട്ട് ജ്യോതിഷം ഉപയോഗിച്ചത് എന്നാണ്? അതിൽ ജ്യോതിഷത്തിന്റെ അതിന്റെ വരാഹം അല്ലെങ്കിൽ അതിന്റെ മുന്നേ കണ്ടപോലെ അവരെന്തിനു വേണ്ടിയാ ജ്യോതിഷം പറഞ്ഞത്? അതിന് വിവിധ ശാസ്ത്രങ്ങളുണ്ട്. അതിൽ തന്നെ അതിലെ ഒരു ശാസ്ത്രത്തിന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മറ്റേ ശാസ്ത്രത്തിന് മറ്റേ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിലെന്തെന്ന് പറയും, നമ്മളിപ്പോ ഒരു കാര്യം ഇപ്പൊ ഈ ഒരു കാര്യം ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ആചാര്യനെ മാത്രം ആക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞുണ്ടോ അവിടെ? എന്തെങ്കിലും പറഞ്ഞുണ്ടോ? അതിലും വിവിധ ഭാഗമുണ്ട്. ഇല്ല. ഏത് ശാസ്ത്രവും ആര് ഉപയോഗിക്കണം, എന്തിനുപയോഗിക്കണം വേണം. ഇപ്പൊ ഇന്ന് ദുരുപയോഗം ചെയ്യുന്നതാണ്. ഒരു ക്ഷേത്ര കമ്മിറ്റിക്കാര് 2 കൂട്ടര് ചെന്നു കൊളത്തൂരാശ്രമത്തില്. എന്തിനാ ചെന്നതെന്നറിയോ? ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലം തീ പിടിച്ചിട്ടാ ചെന്നത്. അപ്പോ പോകുന്ന വഴിക്ക് അവര് പ്രശ്നക്കാരനെ കാണാൻ പോകുന്നതിന് മുമ്പ് കൊളത്തൂരാശ്രമത്തിൽ പോയിട്ട് സ്വാമിജിയോട് ചോദിച്ചിട്ട് പോകാൻ തീരുമാനിച്ചു. സ്വാമിജിയുടെ അടുത്തേന്നു. സ്വാമിജി ചോദിച്ചു, ചുറ്റമ്പലം എന്തുകൊണ്ട് ഉണ്ടാക്കിയാന്ന് ചോദിച്ചു. പറഞ്ഞു ഓല മേഞ്ഞതാന്ന് പറഞ്ഞു. ശ്രീകോവിൽ ഉണ്ടാക്കിയ എന്തുകൊണ്ടാന്ന് ചോദിച്ചു. തകിട് മേഞ്ഞതാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു കുട്ടികളെടുത്ത് വിളക്ക് കത്തിക്കാൻ കൊടുത്തിരുന്നോ എന്ന് ചോദിച്ചു. ആ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ തീയും ഓലയായി സമ്പർക്കം ഉണ്ടായാൽ എന്തുണ്ടാവും? പിടിക്കും. അപ്പൊ ചോദ്യം, പ്രത്യക്ഷമായിട്ട് കാരണമുണ്ടെന്നിരിക്കെ അതിനല്ല പ്രശ്നക്കാരനെ തേടി പോകേണ്ടത്. പ്രത്യക്ഷം കൊണ്ട് ഊഹിക്കാൻ കഴിയാത്തത്, അതിനാണ് ജ്യോതിഷത്തിന് പോകേണ്ടത്. അപ്പൊ പ്രത്യക്ഷ പോയാൽ അവർ വെറുതെ വിടില്ലല്ലോ. പറഞ്ഞു മനസ്സിലായില്ല? അപ്പൊ ഒരു ജ്യോതിഷന്റെ അടുത്ത് നമ്മൾ എന്തിനു സമീപിക്കണം, ആര് സമീപിക്കണം എന്ന് മനസ്സിലാവാതെ ഒരു ശാസ്ത്രത്തിലേക്ക് പോകുമ്പോൾ മുമ്പേ ഗമിക്കുന്ന ഗോവിന്റെ പിന്നാലെ ഗമിക്കുന്നത് പോലെ ഒന്ന് പോകുന്നുണ്ട്. അത് തടയിടൽ നിർബന്ധമാണ്, ആര് പറഞ്ഞാൽ. അയാള് ഒരു കാർ എടുക്കുമായിരിക്കും. അപ്പൊ അയാൾക്ക് അയാളുടെ ആവശ്യത്തിന് സാധിക്കും. പിന്നെ നമ്പറിലുള്ള കാറിന്റെ ആക്ട് എടുക്കണം. അങ്ങനെ അയാളൊരു കാർ കണ്ടെത്തി ആ നമ്പറിലുള്ള കാർ എടുക്കും. പിറ്റേന്ന് കാർ മറന്നു. മറ്റേ ചെറിയ മറക്കുന്നുണ്ട്, നല്ല അയാൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് മറ്റുള്ളവർക്ക് അങ്ങനെയൊന്നുമില്ല. കാരണം അങ്ങനെയൊന്നുമില്ല. കർമ്മം ചെയ്യുന്നവര് അത് ഈശ്വര ബുദ്ധി, ഒരു ഈശ്വര സമർപ്പണ ഭാവത്തോടു കൂടി ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചോളം ജ്യോതിഷം നോക്കരുത് എന്നാണ് നമ്മൾ പറയുക.
ഇനി അതിൽ വിശ്വാസം, ഈശ്വരന് വിശ്വാസമല്ല, തന്നിൽ വിശ്വാസം. ആത്മവിശ്വാസമുള്ള ഒരാൾക്കും ജ്യോതിഷം വേണം. പിന്നെ ആർക്ക് വേണം? സംശയാലുക്കൾക്ക് വേണം. ആണ്, എന്താ സംശയമുള്ളത്? മറിച്ച് ഒന്ന് പ്രചരിപ്പിച്ചു നോക്കൂ. ചൊവ്വാദോഷത്തിന് പരിഹാരം ഒന്നേ ഉള്ളൂ, ഒന്നുകിൽ ബുധനാവുക അല്ലെങ്കിൽ വ്യാഴത്തിന് അനുഗ്രഹം ഉണ്ടെന്ന് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടികളുടെ അനുഗ്രഹം ഉണ്ടാവും. എന്താ നമ്മളെന്നാ ഇവിടെ ഈ സനാതനധർമ്മ പീഠം എന്നുള്ളതിൽ എന്തിനു വേണ്ടി നമ്മൾ ചർച്ച ചെയ്യുന്നത്? നമുക്ക് അതിന്റെ ചരട് കെട്ടാനും വെള്ളം തെളിക്കാനും പറ്റൂലേ, തൊട്ടെടുക്കാനും പറ്റൂല. നിർമ്മലാനന്ദ സ്വാമിജി എടുത്തു പോയ നിർമ്മലാനന്ദ സ്വാമിജി പഠിച്ച ആളാണ്, ഒറ്റപ്പാലത്ത് നിർമ്മലാനന്ദ സ്വാമിജി. സ്വാമിജി പറയും, നിങ്ങളുടെ രോഗം നുള്ളിയെടുക്കാനോ വെള്ളം തെളിച്ചെടുക്കാനല്ലോ ഞാൻ മെനക്കെടുന്നത്, ഞാൻ പറഞ്ഞത് കേൾക്കുമെങ്കിൽ മാത്രം അത് ചെയ്യുകയാണ്. സ്വാമിജി പറയുന്ന, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നതല്ല, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നതാണ്. എല്ലാത്തൊരു അതിൻ്റെ ഉള്ളിലേക്ക് കാരണമാണ്. അതെ, സ്വാമിജി പറയുന്നതാ. എനിക്ക് അതിനുള്ള ചെപ്പടി വിദ്യ അറിയില്ല. ആകാശത്തിലെ നക്ഷത്രങ്ങളോ കയ്യിലെ ചില വരകളോ ആണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുമെങ്കിൽ നിങ്ങൾ മനുഷ്യനെന്ന് പറയാൻ യോഗ്യരല്ലെന്ന് പറഞ്ഞ വിവേകാനന്ദ സ്വാമികൾ ജ്യോതിഷത്തെക്കുറിച്ച് പഠിച്ചതിന് ശേഷമാണ്, പഠിക്കാത്ത ആളല്ല. ഇനി മറ്റൊന്ന് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ കാണുന്നത് മുഴുവൻ നമുക്ക് അങ്ങനെയായിട്ട് തോന്നും, നിമിത്തത്തിന്റെ പിന്നാലെ നമ്മൾ പോയാൽ. രുദ്രാക്ഷ മഹാത്മ്യം എന്നുള്ളൊരു പാഠം 4ാം ക്ലാസ്സിൽ പഠിക്കാണ്ടായിരുന്നു. രുദ്രാക്ഷ മഹാത്മ്യം. ഈ രുദ്രാക്ഷ മഹാത്മ്യം എന്നുള്ള പാഠത്തിൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ചങ്ങാതിമാർക്ക് പണമില്ല, ഒരു ദാരിദ്ര്യത്തിൽ കഴിഞ്ഞുകൂടുക. അപ്പോഴാണ് എന്തുണ്ടായത്, ചങ്ങാതിന്റെ കയ്യിൽ കുറച്ച് രുദ്രാക്ഷമുണ്ട്. അങ്ങനെയാണ് ഒരാൾ പറഞ്ഞു, ഉള്ള പൈസ കൊടുത്തിട്ട് നമുക്ക് പരസ്യം കൊടുക്കാം പത്രത്തിൽ. അപ്പൊ മറ്റേയാൾ പറഞ്ഞു, നീ എന്തൊരു മൂട, ഉള്ള പൈസയും കഴിഞ്ഞാൽ പിന്നെ നമ്മളെങ്ങനെ കഞ്ഞി കുടിക്കും? അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു, പരസ്യം കൊടുത്തു. ത്രയംബക രുദ്രാക്ഷം എന്നാണ് ആ പാഠത്തിന്റെ പേര്. ഈ രുദ്രാക്ഷത്തിന്റെ മാഹാത്മ്യം കേട്ട് 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 എന്ത് ചെയ്തു, ആളുകൾ കുറെ പേര് അപേക്ഷിച്ചു, പൈസ കൊടുത്ത് അപേക്ഷിച്ചു. അതിൽ കിട്ടിയ അതിനെ കൊണ്ട് ഗുണമുണ്ടായ ആളുകൾ എന്ത് ചെയ്തു, അവരതിനെക്കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങി. അത് പത്രത്തിൽ കൊടുത്തു. അമളിയിൽ പെട്ടവരൊക്കെ എന്ത് ചെയ്തു, ആ കത്ത് ഇവർ പ്രസിദ്ധീകരിച്ചില്ല. അങ്ങനെ ക്രമേണ ഇവർ സമ്പന്നരായി തരികയാണ്. അപ്പൊ ഏത് ചെയ്താലും ഉണ്ടാവും കുറച്ച് നല്ലതും ചീത്തയൊക്കെ. അപ്പൊ നല്ലത് മാത്രം നമ്മൾ കാണാൻ പോകുമ്പോ എന്ത് ചെയ്യുന്നു, അതല്ലെങ്കിലും വരുന്നേ. ഇന്നലെ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ട് ഇന്നുള്ള അനുഭവിക്കേ പറ്റൂ. അത് അനുഭവിക്കുന്ന സമയത്ത് ഒരു ഈശ്വര വിചാരത്തോടു കൂടി വരികയാണെങ്കിൽ, സ്നേഹത്തോടു കൂടി കഴിയുകയാണെങ്കിൽ വരുന്നത് വരട്ടെ, സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റൂ. മറിച്ച് അത് ജ്യോതിഷനോട് ചോദിച്ചാൽ ആകെ കലക്കും. ഇങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് ജപം നമ്മളെ പാവത്തിന് ഒരിക്കലും അങ്ങനെയല്ല, ഒരിക്കലും അല്ല. ചെയ്തു നോക്കൂ, 20 ദിവസം ചെയ്യൂ, ചെയ്തിട്ട് പറയൂ. അവനവന് വേണ്ടി, മറ്റൊരാൾക്ക് വേണ്ടിയല്ല. തർക്കം കൊണ്ട് നമ്മൾ ഒന്നും നേടാൻ പോകണില്ല എന്നാണ് ഇവിടെയും പറയുന്നത്. തർക്കം കൊണ്ട് ഒന്നും നേടാൻ, തർക്കത്തിനല്ല, വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മളിവിടെ പാഠം പഠിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചർച്ച വളരെ സന്തോഷം, എത്ര ആൾക്കാർ കേട്ടില്ലേ, അവരിലൂടെ ഇനി എത്ര പേര് കേൾക്കും. പക്ഷെ യുക്തിയുക്തമായ സമാധാനം നമുക്ക് കിട്ടണം. ഇനിയിപ്പോ ഇവിടെ പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളാരും നിങ്ങളെ സംശയത്തെക്കുറിച്ച് തടയിടൊന്നും വേണ്ട. എന്താ, ഒരു വ്യക്തി മാത്രം പറഞ്ഞു വിചാരിച്ചാൽ അന്ധമായി അങ്ങോട്ട് വിശ്വസിക്കാനോ അന്ധമായി അവിശ്വസിക്കാനും നമ്മുടെ ശാസ്ത്രം പറഞ്ഞിട്ടില്ല. അന്വേഷിച്ചോളൂ. അന്വേഷിച്ചിട്ട് മനുഷ്യനൊരു പോസിറ്റീവ് ചിന്ത കൊടുക്കാൻ കഴിയുമെങ്കിൽ തർക്കിച്ചാൽ നമ്മളും നിങ്ങളെ കൂടെ ഉണ്ട്. എന്താ, നാളെ മുതൽക്ക് മാറ്റി പറയാം. പക്ഷെ മനുഷ്യന് ഇത്രത്തോളം അങ്ങനെ ആകുമ്പോ പറഞ്ഞു പറ്റും. ശരി, അതുകൊണ്ട് ഇവിടെ ഏത് കാര്യത്തെക്കുറിച്ച് നമ്മൾ സമീപിക്കുന്ന സമയത്തും പണയം വെക്കരുത്. വേറെ എന്ത് പണയം വെച്ചാൽ ശ്രുതി, യുക്തി, അനുഭവം അല്ലെങ്കിൽ പ്രത്യക്ഷം, അനുമാനം, ആഗമം, ഇതാണ് പ്രമാണം. യഥാ പ്രമാണാവഗതം സത്യം തദ് വക്തേയം. ഈ ക്ലാസ്സിൽ നമുക്ക് അതല്ലേ പറ്റും. ഇനി നേരത്തെ പറഞ്ഞാൽ നമ്മളൊന്നും തള്ളണ്ട. അപ്പൊ മുതലക്കുളം മൈതാനി ഇതൊരു ചോദ്യം വന്നു സ്വാമിജിയുടെ അടുത്ത്, ഇല്ലേ, ജ്യോതിഷം ശരിയാണോ? എന്താ വന്നില്ലേ? പ്രഗത്ഭരായ ജ്യോതിഷികൾ കേട്ടിരിക്കുന്നുണ്ട്. മനസ്സിലായില്ല? അപ്പൊ സ്വാമിജി പറഞ്ഞു, നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഉത്തമ വിശ്വാസമുണ്ടെങ്കിൽ
സംശയാലുവെ സംബന്ധിച്ച് ശരിയാവില്ല. ഒരു ചരട് കെട്ടിക്കൊടുക്കുന്നത് പോലും അതിൽ ഉറച്ച വിശ്വാസമാണ്. അപ്പൊ അത് കെട്ടിക്കഴിഞ്ഞിട്ട് ചോദിച്ചു, ഇത് വേറൊരാളടുത്ത് പോയിട്ട് ചോദിച്ചു, അല്ലാതെ ഞാൻ കെട്ടുന്നത് ശരിയാണോ? അയാളെ സംബന്ധിച്ച് ഒരു ഗുണമില്ല, അയാൾ സംശയാലുവാണ്. ഉത്തമ വിശ്വാസം ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? അത് അയാൾ ഉയർത്തുമെങ്കിൽ നല്ലതാണ്. പക്ഷെ ഇതൊക്കെ വിശ്വാസമൊക്കെ ഒരു ഘട്ടം വരെ നമ്മൾ ഉയർത്തും. ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാൻ മനുഷ്യന് കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ കുറച്ചു കാലമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ വിശ്വാസ മതത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞേക്കാം. നമ്മുടെ കുട്ടികൾ, നമ്മുടെ യുവതലമുറ എന്ത് ചെയ്യും? അതിന് യുക്തിയുക്തമായ സമാധാനം അരുളാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇത് ഞങ്ങൾ തരുമെന്ന് പറഞ്ഞ് ഇതിനെ മുഴുവൻ തള്ളും അവർ. ആ തള്ളുമ്പോഴാണ് പലപ്പോഴും ഇതൊക്കെ ചൂഷണം ചെയ്യപ്പെട്ടത്, ഇതൊക്കെ ദുരുപയോഗം ചെയ്യപ്പെട്ടത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സനാതന ധർമ്മത്തെ ഏറ്റവും കൂടുതൽ അതായത് അന്ധവിശ്വാസങ്ങളായി തള്ളാൻ കാരണം എന്താ? നമുക്ക് യുക്തിയുക്തമായ സമാധാനം അരുളാൻ കഴിയാത്തതുകൊണ്ടാണ്. എത്രയോ മാറി ഇലക്ട്രിസിറ്റി അതുപോലെ തന്നെ ടോർച്ചും വന്നപ്പോ ഒരുപാട് വന്നില്ലേ? വന്നില്ലേ? എത്ര മാറി? പൊട്ടിച്ചൂട്ട് പോയി, പൊട്ടിത്തിരിക്കൽ പോയി, ഒക്കെ പോയി. അത് മാത്രമല്ല, അതിന്റെ ഈ ഒടിമറയും അല്ലേ, ഒടിമറയുന്ന പരിപാടി ഉണ്ട്. ഇപ്പൊ അടിയിലും വലിയ ഒടിയില്ല എന്ന് മനസ്സിലായപ്പോ അല്ല ആലോചിച്ചു. അതുപോലെ ഇനിയും കുറെ തിരുത്തലുകൾ വരാനുണ്ട്. ഇത് പൂണൂല് ഉപനയനത്തിന് നോക്കൂ, അതിനൊക്കെ അതിൻ്റെതായ ശാസ്ത്രം ഉണ്ടെങ്കിലും ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നേ പറഞ്ഞുള്ളൂ. ഇപ്പൊ ജ്യോതിഷം എന്നുള്ളതിനെ നമ്മൾ ചിന്തിച്ചിട്ടില്ല, നമ്മൾ ജ്യോതിഷിയെയാണ് ചിന്തിച്ചത്. പറഞ്ഞു മനസ്സിലായില്ല? ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, ഇത് ഷഡ് അംഗങ്ങൾ വേദാംഗങ്ങളാണ്. ഈ വേദാംഗങ്ങൾ എന്ന് പറയുന്നത് യോഗ്യരായവർക്ക് ലഭിക്കാതെ വരുമ്പോഴും ഉപാസനാസ്ഥൈര്യം ഇല്ലാതാവുമ്പോഴും അതെന്ത് ചെയ്യും? അതതിന്റെ ഗുണം ചെയ്യില്ല, അതതിന്റെ ഗുണം ചെയ്യുന്നില്ല. ഉപാസന വേണം ഏതിനും. ഒരു ഉപാസകനായ ഒരാള് ഒരു എന്താ പറയുക, ഒരു സൈക്കോളജി. അത് ജ്യോതിഷം എന്ന് പറയുന്നത് ശരിക്കും ഒരു മനഃശാസ്ത്രമാണ്. ഒരു മനഃശാസ്ത്രജ്ഞന്റെ രൂപത്തിൽ വേണം ഒരു ആളെ സമീപിക്കാൻ. അപ്പോൾ അയാളുടെ സമീപിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ, ഓട്ടബക്കറ്റിൽ വെള്ളം മുക്കുന്നത് പോലെയെന്ന്. കുതിരവെട്ടത്തിൽ പോയാൽ ഓട്ടബക്കറ്റിൽ വെള്ളം മുക്കുന്നത് പോലെ ആ തലത്തിലതാവാം. പക്ഷേ ചെല്ലുന്ന ആൾക്കാർ എൻ്റെ കയ്യിൽ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ആ ആളെ വിടാത്ത വിധത്തിൽ ഇങ്ങനെയുള്ള ഓരോന്ന് പറഞ്ഞു കൊടുത്ത് തൻ്റെ ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നടമാടുന്നത്. ഉപാസകന്മാർക്ക് അതിന് കഴിയില്ല. ഒരാൾ മുന്നിൽ വരുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ കഴിയുന്നവരുണ്ട്. ആധ്യാത്മിക ആചാര്യന്മാരാണ് ഏറ്റവും നല്ല സൈക്കോളജിസ്റ്റുമാർ. അവരുടെ അടുത്ത് പോകുന്നുണ്ട്. ഇവിടെ തന്നെ ഒരാൾ, ആരാന്ന് പറയില്ല, ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന ഒരാൾ പറഞ്ഞതുണ്ട്. കാരണം ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് പോലീസുകാർ വിളിച്ചിട്ട് അത് ആ കുളത്തൂർ ആ സ്വാമീൻ്റെ അടുത്ത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇവിടെ എപ്പോൾ ഇരിക്കുന്ന ഒരാൾക്കാർക്ക് നമ്മൾ പറഞ്ഞതല്ല. അത് എന്തുകൊണ്ടത് പറയാൻ ഇടവന്നു? ഒരിക്കലും അതിന്റെ പേരിൽ ദുരുപയോഗം ചെയ്യില്ലെന്ന് ആ ഇതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് സ്വാമീനെ പുകഴ്ത്താനോ ഇതാക്കിയിട്ടല്ല, സ്വാമീനെ നമ്മൾ പുകഴ്ത്തിയിട്ടൊന്നും വേണ്ട. കാരണം അങ്ങനെയുള്ളവര് അല്ലേ ദുർലഭമാണ്. അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ശാസ്ത്രത്തെ ദുരുപയോഗം ചെയ്യില്ല. അവര് അറിയാനിട്ടല്ല, അത് മറിച്ച് അറിഞ്ഞു തന്നെയാണ്. പിന്നെ അതിന്റെ ഉള്ളിലേക്ക് പോകാൻ താല്പര്യമില്ലാണ്ടാ പോകാത്തത്. ഇനി വേദത്തെ അറിയുന്ന ഒരാൾക്ക് ഷഡംഗങ്ങള് സാമാന്യമൊക്കെ അറിയും, ഉണ്ടാവില്ല. ഒരു നേർരേഖ വരച്ചാൽ അത് പിന്നോട്ടും മുന്നോട്ടും നീട്ടാമെന്നുള്ളത് അവർക്ക് അറിയാലോ. എന്താ ഒരു നേർരേഖ വരച്ചാൽ, നേർരേഖ ആണെങ്കിൽ അത് പിന്നോട്ട് നീക്കിക്കൂടെ, മുന്നോട്ട് നീക്കിക്കൂടെ? അപ്പൊ ഭൂതവും ഭാവിയും പറഞ്ഞൂടെ? അപ്പൊ ശരിക്കും ഒരു മനുഷ്യനെ വിലയിരുത്താൻ കഴിഞ്ഞാൽ, അയാളുടെ മാനസിക തലത്തെ അളക്കാൻ കഴിഞ്ഞാൽ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്ക് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഉറപ്പാണ് അയാൾ ഏത് തരത്തിൽ സമീപിച്ചു. ഇത് തന്നെയാണ് ഒരു കണക്കിലവിടെ ഉപാസകന്മാർക്ക് വരുന്നത്. ഇത് നമ്മൾ പറഞ്ഞത് കോഴിക്കോട് ഇപ്പോഴത്തെ സ്ഥിതിയല്ല, മുമ്പ് ആ സ്റ്റേഡിയം ഇപ്പം ഈ രൂപത്തിൽ വരുന്നതിന് മുമ്പ് ധാരാളം കൈനോട്ടക്കാരുണ്ടായിരുന്നു അവിടെ.
അന്ന് നമ്മൾ ബസ്സിന് പോകുന്ന സമയത്ത് അവിടെ ഇറങ്ങിയിട്ട് ആ മാതൃഭൂമി ബുക്ക് സ്റ്റാളിലേക്ക് നടന്നു പോകും. നമ്മളെ വിളിച്ചൊരു ദിവസം, വരൂ നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. ശരി, നമുക്കൊരു രസം തോന്നി, പോയി. അപ്പോൾ പോയ സമയത്ത് ഒരുപാട് ആൾ നമ്മൾ നോക്കുന്നത് വെച്ചാൽ വരുന്ന ആൾക്കാരെയാണ്. അപ്പൊ ഈ പോകുന്ന ആൾക്കാരെയൊക്കെ ഇയാൾ മാടി വിളിക്കുന്നുണ്ട്. അപ്പൊ ഇയാൾ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, പറയുന്നൊരു ചിലതൊക്കെ ശരിയാവും. അതെങ്ങനെയാ വെച്ചാൽ, ഒരു മേഖല ഇപ്പോൾ ഇവിടെ മുന്നിൽ ഇരിക്കുന്ന ആളുകളെ കുറിച്ച് ഈ പറയുന്ന ആൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും, മുഖത്ത് നോക്കി പറയും. കാരണം എല്ലാ ദിവസവും തന്നെയാണ് പരിപാടി എന്നുണ്ടെങ്കിൽ മുന്നിരിക്കുന്ന ആളെ കുറിച്ച് ഏകദേശം അവർ ഉൾക്കൊള്ളുന്നുണ്ടോ അതോ തള്ളുന്നുണ്ടോ, ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് എങ്ങനെ ഐറ്റം മാറ്റണം, കഥകൾ വേണോ, അല്ലേ, അത് പറയുന്ന ആൾക്കൊരു ഉണ്ടാവില്ലേ. ഇതുപോലെ സമൂഹത്തിൽ വരുന്ന ഒരു രോഗത്തെ കുറിച്ച് നമ്മളെക്കാൾ അധികം ആർക്കറിയാം? ആ മേഖലയിൽ വർത്തിക്കുന്ന കൈനോട്ടക്കാരനറിയാം. അപ്പൊ അയാൾ എന്ത് ചെയ്യും? പൊതുവായി ചില കാര്യങ്ങൾ എടുത്തിടും. അപ്പോ ഇതിലേതെങ്കിലും എന്തായാലും ഒരു 3 എണ്ണം ശരിയായാൽ എന്തായി? ഒന്ന് ഇനിയിപ്പോ തെറ്റാണെങ്കിൽ തന്നെ അത് അയാൾ കേൾക്കാൻ പോണില്ല, അത് പുറത്തു കൂടെ പോയിട്ടുണ്ടാവും. കാരണം അയാളെ സംബന്ധിച്ച് ഒറ്റ ഏകാഗ്രത മാത്രമേ ഉള്ളൂ. അയാൾക്ക് പറ്റിയ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും വാക്യം കിട്ടുന്നുണ്ടോ, ഉടനെ അയാൾ ഓടും, എന്ത് പൈസയും കൊടുക്കും. ഇങ്ങനെ ചൂഷണം ചെയ്യും. ഇനിയിപ്പോ വേറെ ഇല്ല എന്നൊന്നും പറഞ്ഞപ്പോ ഇന്നത്തെ പത്രത്തിലുണ്ട് ഒരു കുട്ടി ചോരുമ്പോ കൂടെ കയറി പോണത്, അങ്ങനെയൊക്കെ വല്ലതും ഉണ്ടെന്നൊക്കെ പറഞ്ഞോളൂ. അപ്പൊ അതല്ലേ അല്ലേ, ചുമരുമ്പോ കൂടെ കയറി പോണില്ലേ പല്ലിനെ പോലെ. അങ്ങനെ ഒരുപാട് സിദ്ധികളുണ്ട്, അങ്ങനെ ഒരുപാട് സിദ്ധന്മാരുണ്ട്. പക്ഷെ സിദ്ധി ദുരുപയോഗം ചെയ്താൽ, ഇനി ഇത് മാത്രമൊന്നുമല്ല, മൂത്തപ്പന്മാരെന്ന് പറഞ്ഞ കുറെ പേരുണ്ട് ഇല്ലേ. നമുക്ക് അനുഭവമുള്ള ഒരു കാര്യമുണ്ട്, ഒന്നുണ്ട്. എന്താ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊട്ട് ആശ്രമത്തിന് അടുത്തുള്ള ഒരാൾ, ഇയാള് ആശ്രമത്തിലും വരും, ക്ലാസ്സും കേൾക്കും, ഒരു ഭാഗത്ത് ഇതിലും പോകും. അപ്പോ കള്ള് കൊണ്ട് കൊടുക്കണം മുത്തപ്പന്. മുത്തപ്പന് കള്ള് കൊണ്ട് കൊടുത്തപ്പോ ഒരു ദിവസം മുത്തപ്പൻ ചോദിച്ചു, ഈ അതിന്റെ കോഴി കൊണ്ടുവരാഞ്ഞു. അന്ന് മൂലം അയാൾ നിർത്തി. ഇയാൾ നാളികേരം മുട്ടുന്ന ആളുണ്ടല്ലോ, നാളികേരം മുട്ടുന്ന ആള്, നാളികേരം വിൽക്കുന്ന ആള് ഇയാളുടെ അനിയനാണ്. അപ്പൊ എത്ര നാളികേരം മുട്ടിയാലും ചിലരുത്, എല്ലാവരും ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മുത്തപ്പന്റെ വീട്ടിലൊരു പ്രശ്നം വന്നപ്പോ മകൻ നമ്മളെടുത്തേക്ക് വന്നു ആശ്രമത്തിലേക്ക്. കാരണം വീട്ടിൽ പെൺകുട്ടികൾക്ക് ഇരിക്കാൻ നിവൃത്തില്ല, അതിന്റെ പൊല്ലാപ്പ് അവരനുഭവിക്കുന്നു. വളരെ പേര് കേട്ടത് മുത്തപ്പൻ കുഴപ്പമില്ല നോക്കി ചെന്നിരുന്നു. അയാളോട് പറഞ്ഞത് എന്താണെന്നറിയോ, നിങ്ങളിപ്പോ കുറച്ചു കാലത്തേക്ക് വേദാന്തമൊന്നും പഠിക്കണ്ട, പഠിച്ചാൽ കുട്ടികളെ കല്യാണം കഴിഞ്ഞോട്ടെ, ഏതായാലും തുടങ്ങിയില്ലേ, നല്ല എനിക്ക് പറഞ്ഞയച്ചു. പിന്നെ അയാൾ ചെന്നിട്ടില്ല, അത് പറഞ്ഞത് ആരെങ്കിലുമൊക്കെ ജീവിച്ചോട്ടെ. പക്ഷേ ഇത് ഈ നാളൊരാൾ കോഴി, സ്വാമി ഞങ്ങളുടെ കഞ്ഞിയില് കോഴി വാരിയിടരുതേ. അതിലൊരു മറുപടി കൊടുത്തു. സ്വാമിജി തന്നെ മറുപടി കൊടുത്തു. സ്വാമിജി മറുപടി കൊടുത്തു, വെറും കോഴി ആയാലോ, എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അത്രയേ ഉള്ളൂ. ഇന്നതാണ് നടക്കുന്നത് ഇതിന്റെ പേരിൽ. അതുകൊണ്ട് നമുക്ക് പറയല്ലാതെ നിവൃത്തിയില്ല. അതാരോടും ഇതുണ്ടായിട്ടല്ല, ഉള്ള വസ്തുത എന്ന് ചർച്ച ചെയ്ത് ഉരുത്തിരിയുന്നത് യുക്തമാണെന്ന് തോന്നുന്നത് മാത്രം സ്വീകരിച്ചാൽ മതി. മറ്റ് എന്ത് ചെയ്യണം? അയാൾ പോട്ടെ, നമുക്കത് കേൾക്കണ്ട, സന്തോഷം അല്ലേ. അപ്പൊ ഇവിടുന്ന് നമുക്ക് എനിക്ക് പോകേണ്ടത് ഇവിടെ കോട്ടപ്പുറം വഴിയാണ് പോകേണ്ടത്. ഇപ്പൊ ഇവിടെ ചിലർക്ക് ഇങ്ങോട്ട് പോകാനുണ്ട്, അതുവരെ നമുക്ക് ഒന്നിച്ച് പോകാലോന്നേ. ശരി. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ